ഇപ്പോൾ കലാരാജു കൂത്താട്ടുകുളത്ത് തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണം ഉന്നയിച്ച് കൗൺസിലർ കലാരാജു പ്രതികരിക്കുന്നു. മൊഴി കൊടുത്തിട്ടുണ്ട്. എന്താ പറയാറ്, മൊഴിയും കൊടുത്തിട്ടുണ്ട്. ഈ പോലീസിലും സർക്കാർ സംവിധാനത്തിലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ കോടതിയിൽ നേരിട്ടെത്തി മൊഴി കൊടുക്കാൻ തീരുമാനിച്ചത്? അതെ, തീർച്ചയായിട്ടും അതെ. പോലീസിൽ വിശ്വാസമില്ല. അതെ അതെ അതെ. CPM പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആളുകളെ അല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പകരത്തിന് ആളുകളെ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെനിക്ക് അതൃപ്തിയുണ്ട്. ഇന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് കൗൺസിലർ ഒരു തരത്തിലുമുള്ള പരാതിയൊന്നും പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല, പാർട്ടിക്ക് അങ്ങനെ തരത്തിലുള്ള ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. എല്ലായിടത്തേക്കും മെയിലായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്, രേഖകളുണ്ട് എൻ്റെ കയ്യിൽ. UDFന്റെ സഹായം ലഭിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ CPM പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. ഒരിക്കലും ഇല്ല, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരുടെ ഔദാര്യം പറ്റാതെയാണ് ജീവിച്ചത്. എനിക്ക് UDFന്റെ ഒരു ആനുകൂല്യം ഞാൻ വാങ്ങിയിട്ടില്ല. ഇല്ല, എൻ്റെ വായ്പ ഞാൻ ഓൾറെഡി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതല്ലല്ലോ നമ്മുടെ ആവശ്യം. എന്നെ ജനമധ്യത്തിൽ എൻ്റെ വസ്ത്രാക്ഷേപം നടത്തി എന്നെ ഇത്രയും മൃഗീയമായി ഉപദ്രവിച്ചതിനെതിരെയാണ് എനിക്ക് പരാതിയുള്ളത്. എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പരാതിയില്ല. അതെനിക്ക് ഇല്ല, അത് വാസ്തവല്ല. അവരെന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ എടുത്ത വീഡിയോയാണത്. മക്കൾ പുറത്തുണ്ട്, ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവരെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് എടുത്ത വീഡിയോയാണത്. അതെനിക്കറിയാമായിരുന്നു, അവരത് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളിലുണ്ടായിരുന്നത്. എൻ്റെ മക്കൾ പുറത്ത് രണ്ടുപേരും എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ നഗരസഭാ കൗൺസിലിന്റെ മുമ്പിൽ സംഘർഷത്തിനിടയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ഈ പാർട്ടി ഓഫീസിലേക്കാണ്, ഈ വീഡിയോ ചിത്രീകരിക്കുന്ന ഈ പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. അതെ, പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. കത്തി കാണിച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി. അതെ, കത്തി കാണിച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി. ഏരിയ സെക്രട്ടറിയോടൊപ്പം അരുൺ അശോകൻ ഉണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അരുൺ അശോകൻ, വിജയ് രഘു ആണ് കത്തി കാണിച്ചത്. പാർട്ടി ചുമതലയുള്ള ആളാണ്. അതെ, SFIയുടെ ചുമതലയുള്ള ഏരിയ പ്രസിഡന്റ് ആണ്. പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജീവന് ഭീഷണിയുണ്ട്. അവര് കൂത്താട്ടുകുളത്ത് അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, നിന്നെ മക്കളെ ഇനി ഞാൻ കൂത്താട്ടുകുളം മണ്ണിൽ കാല് കുത്തിക്കില്ല എന്ന്. അവരുടെ ഭീഷണിയുണ്ട്, എനിക്ക് ജീവന് ഭീഷണിയുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി, ഈ CPMന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് പറഞ്ഞത് പാർട്ടിക്ക് ഏതെങ്കിലും പരാതി നൽകിയാൽ അന്വേഷിക്കാൻ പാർട്ടി തയ്യാറായിരുന്നു. പക്ഷേ പാർട്ടി വിപ്പ് ലംഘിക്കുകയും കോൺഗ്രസിന്റെ തടങ്കലിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ തിരക്കഥയ്ക്കനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ കൗൺസിലർ പറയുന്നതെന്നൊരു ആരോപണം കൂടി ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. ഇത്രയും പൊതുജനങ്ങളുടെ മധ്യത്ത് നേരിട്ട് നടന്ന സംഭവമല്ലേ, അതിനി ആരോടെങ്കിലും ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കണോ? ഒരിക്കലും UDFന്റെ തടങ്കലിലായിരുന്നില്ല ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി കൗൺസിലർ, ഇപ്പോൾ ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയതിനു ശേഷം ആദ്യം കൊണ്ടുപോകുന്നത് കൂത്താട്ടുകുളത്തെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്? അല്ല, കൂത്താട്ടുകുളത്തെ ആശുപത്രിയിലല്ല കൊണ്ടുപോകുന്നത്. അവരെന്നെ വീടിന്റെ തെണ്ണയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. കൗൺസിലർ തന്നെയാണോ നേരിട്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്? അല്ല, അവിടെ അവർ പോലീസുകാരെ വിളിച്ച് പോലീസുകാരാണ് അന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ കുറച്ച് സമയം കൗൺസിലർ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കൂടി ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. ഏത് ദിവസമാണ് അതിന്റെ കൃത്യമായ ഞാൻ അത് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ ഡേറ്റും സമയവും വെച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് താങ്കൾ ഇപ്പോഴും പാർട്ടി അംഗമാണ്, താങ്കളെ പാർട്ടി വിശ്വസിക്കുന്നു, താങ്കൾ ഇനി ഇപ്പോഴത്തെ നിലപാട് മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി അംഗം ഒരു വനിതയും ഒരു വിധവയായി എന്നെ, ഈ 56 വയസ്സുള്ള എന്നെ, ഒരു 1500ഓളം വരുന്ന സ്ത്രീയും പുരുഷന്മാരും ഒന്നിച്ച് ആക്രമിച്ചപ്പോൾ ഈ പാർട്ടി എവിടെയായിരുന്നു? എനിക്കവർ സംരക്ഷണം തന്നില്ലല്ലോ. അതിനുശേഷം ഇതുവരെ അവരെനിക്ക് സംരക്ഷണം തന്നില്ലല്ലോ. പിന്നെ അവർക്കത് പറയാൻ എന്താ യോഗ്യത? പാർട്ടി ഇത്രയും 25 വർഷം ഞാൻ കൂടെ നടന്ന പാർട്ടി എന്നെ ഒരു 2 ദിവസം എന്നെ കണ്ടില്ല എന്നുള്ള പേരിൽ ഇത്രയും അക്രമം അഴിച്ചു വിട്ടപ്പോൾ ഇനി എനിക്ക് പാർട്ടിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഇല്ല, പാർട്ടിയെ ഒരിക്കലും ഇനി വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയോട് ഇത്രയും അതിക്രൂരമായിട്ട് പൊതുസഭയിൽ പെരുമാറിയപ്പോൾ
ഒരിക്കലും ഞാനത് പാർട്ടിക്കൊപ്പം പാർട്ടി അംഗത്വത്തിൽ തുടരില്ല. തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ മേൽനേതൃത്വം സംസ്ഥാന ഘടകമടക്കമുള്ള പരാതി എന്തെങ്കിലും കൊടുത്തിരുന്നു ഈ ജില്ലാ നേതൃത്വത്തിന്? കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരെ പരാതി കൊടുത്താണ് അവർ പരിഗണിച്ചത്. UDF-ന്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണോ ആലോചിക്കുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയ നിലപാടിനെ പറ്റി ഞാനൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല. ശരി. കൂത്താട്ടുകുളത്ത് CPIM തട്ടിക്കൊണ്ടുപോയ കൗൺസിലർ കലാരാജു രഹസ്യമൊഴി കോടതിയിൽ നൽകി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. നേരത്തെ ആംബുലൻസിലെത്തിയാണ് അവർ മൊഴി നൽകിയത്. തനിക്ക് തെളിവുകളെല്ലാം തൻ്റെ കൈവശമുണ്ട്, ജീവന് ഭീഷണി നിലവിലുണ്ട്, ആ പാർട്ടിയുമായി ഇനി മുന്നോട്ട് പോകാൻ ഒത്തുപോകാൻ താല്പര്യപ്പെടുന്നില്ല, എന്താണ് ഭാവി രാഷ്ട്രീയ പരിപാടി എന്നതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ CPIM-മായി ഒത്തുപോകാൻ ഇനി ആലോചിക്കുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോ ചിത്രീകരിച്ചത്. ആരാണ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതെന്നുള്ള പേര് അടക്കം അവർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. SFIയുടെ ഒരു നേതാവാണ്, പ്രാദേശിക നേതാവാണ് അത് ചെയ്തത് എന്ന് പറയുന്നു. അങ്ങനെ വിശദമായ എല്ലാ കാര്യങ്ങളും കോടതിയോട് പറഞ്ഞിട്ടുണ്ട്, രഹസ്യമൊഴിയിലെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് കലാരാജ് പറയുന്നു. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ആംബുലൻസിലെത്തി അവർ മൊഴി നൽകിയിരിക്കുകയാണ്. നേരത്തെ ആംബുലൻസിലാണ് അങ്ങോട്ടേക്ക് എത്തിയത്, ഇപ്പോൾ തിരികെ മടങ്ങുന്നു. ഇനിയും ഈ പാർട്ടിയിൽ ഒത്തുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. ഒപ്പം ജീവന് ഭീഷണിയുണ്ട് എന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങൾ, കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കലാരാജു? രാവിലെ തന്നെ ഈ CPM നേതാക്കൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ രാവിലെ തന്നെ അത് ഭീഷണിപ്പെടുത്തിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്ന് കലാരാജു പറയുകയുണ്ടായി. പക്ഷെ അതിനോടൊപ്പം ഒരു ഗുരുതര ആരോപണം കൂടി വൈകുന്നേരമായപ്പോൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കത്തി കാണിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്, അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി അതീവ ഗുരുതരമായി. അശ്വിൻ പാലാഴിയിലേക്ക് ഉടൻ തന്നെ എത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഈ വിവാദ സംഭവത്തിൽ കൂത്താട്ടുകുളം നഗരസഭയിൽ അരങ്ങേറിയ വിവാദ വിഷയത്തിലാണ് ഇപ്പോൾ കലാരാജു രഹസ്യമൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മുൻപ് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ കാര്യങ്ങളിൽ അവർ മാധ്യമങ്ങളോട് വ്യക്തത വരുത്തുക കൂടി ഉണ്ടായി. തന്നെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച വീഡിയോ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഈ CPM പുറത്തുവിട്ട വീഡിയോ തന്നെയാണ്. അത് കത്തികാട്ടി ചിത്രീകരിച്ചതാണ് എന്നുള്ളതാണ് കലാരാജു പറയുന്നത്. അശ്വിൻ പാലാഴി. അശ്വിൻ, തുടരാം. പ്രവിത, അത് രാവിലെ ഈ ദൃശ്യങ്ങൾ CPM നേതാക്കൾ പുറത്തുവിട്ടതിന് പിന്നാലെ കലാരാജുവിന്റെ പ്രതികരണം നമ്മൾ തേടിയതാണ്. അപ്പോൾ ഭീഷണിപ്പെടുത്തിയാണ് ഈ വീഡിയോകൾ ചിത്രീകരിച്ചതെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അപ്പോൾ പറയാതിരുന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് വൈകുന്നേരം രഹസ്യമൊഴി കൊടുത്തു കഴിഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ വീണ്ടും പറയുന്നത്. അത് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഏരിയ സെക്രട്ടറിയുടെ കൂടെ വന്ന SFIയുടെ നേതാവ് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ആ ദൃശ്യങ്ങൾ പകർത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമേറിയ ഒരു ആരോപണം കൂടിയാണ്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ, ഇനി പാർട്ടിക്കൊപ്പം തുടരാൻ ആഗ്രഹമില്ല, തന്റെ പരാതി കുറെ നാളായി പറഞ്ഞിട്ട് ഒരു ഇടപെടലും അതിൽ നടത്തിയിട്ടില്ല പാർട്ടി, ആ പാർട്ടിക്കൊപ്പം ഇനി തുടർന്ന് മുന്നോട്ട് പോകാനുള്ള താല്പര്യം മനസ്സുകൊണ്ടില്ല എന്നവർ വ്യക്തമാക്കുന്നു. തുടർന്നുള്ള രാഷ്ട്രീയ നിലപാട് എന്താണ്, കോൺഗ്രസിനൊപ്പം പോകുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല, ആലോചിച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളുമായി സജീവ ബന്ധം ഇവർ പുലർത്തുന്നുണ്ട്. രാജീവ് ഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിനെ പോലും ആ ആശുപത്രിയുമായുള്ള ബന്ധത്തെയൊക്കെ CPM ഇന്ന് കൂടുതൽ തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഗുരുതര ആരോപണങ്ങൾ ജില്ലാ സെക്രട്ടറി തന്നെ ഉന്നയിച്ചതാണ്. കോൺഗ്രസിന്റെ കസ്റ്റഡിയിലാണ് കലാരാജുവും കുടുംബവും എന്ന് CN മോഹനൻ പറയുന്നു, ജില്ലാ സെക്രട്ടറി. ഒപ്പം കോൺഗ്രസിന്റെ ആശുപത്രിയിൽ ഇവരെ ബന്ദിയാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷേ പാർട്ടിയുമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു എന്നുള്ള സൂചന കൂടി കലാരാജു ഇന്ന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കൂത്താട്ടുകുളത്തെ പ്രശ്നങ്ങൾ സമീപകാലങ്ങളിൽ ഒന്നും അവസാനിക്കില്ല എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. രഹസ്യമൊഴിയിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒന്നുപോലും മാറാതെ മൊഴിയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴിയായി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിപത്രമായി ഇനി ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രതിഫലനങ്ങളാകും. കാരണം രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഈ പരാതിയിൽ കൂടുതൽ നടപടികൾ എടുക്കുക. CPM ഏരിയ സെക്രട്ടറി അടക്കം ഒന്നാം പ്രതിയായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അതിന്റെ അറസ്റ്റിലേക്കടക്കം കടക്കാൻ രഹസ്യമൊഴിയുടെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിന് കോടതിക്ക് മുന്നിലുണ്ട്. അതിനുശേഷം പോലീസിലേക്ക് ഈ രഹസ്യമൊഴി എത്തുന്നതനുസരിച്ച് കേസിൽ നിർണായകമായ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ അറസ്റ്റിലേക്കൊക്കെ വരുന്നതിന് മുന്നോടിയായി തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ചെയർപേഴ്സന്റെ കാറ് പോലീസ് അല്പസമയം മുമ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ വാഹനം ഓടിച്ചത് SFIയുടെ നേതാവാണ് എന്ന UDF
ആരിഫും ഒപ്പം കലാരാജുവും അടക്കം ആരോപിക്കുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ അതടക്കമുള്ള അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. വരുന്ന 2 ദിവസത്തിനപ്പുറം CPM-ന്റെ ജില്ലാ സമ്മേളനമാണ്. എറണാകുളം ജില്ലാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി 1-ാം പ്രതിയായ കേസിൽ വലിയ അറസ്റ്റുകൾ ഉണ്ടായാൽ അത് പ്രതിരോധിക്കാൻ പാർട്ടിക്ക് അല്പം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കലാരാജുവിനെ കൂടുതൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായ സംഭവങ്ങളെല്ലാം അവർ വീഡിയോയിൽ പകർത്തി അത് ഘട്ടം ഘട്ടമായി പുറത്തുവിടുന്നു. ഇന്ന് 2ാമത്തെ ഭാഗമാണ് CPM നേതാക്കൾ പുറത്തുവിട്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ന് കലാരാജു പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് പാർട്ടിയുടെ മറുപടി എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ശരി, അപ്പോൾ 25 വർഷമായി കൂടെ നിന്ന പാർട്ടിയുമായി ഇനി ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കലാരാജു. ഒപ്പം തന്നെ പോലീസിന് വിശ്വാസമില്ല, അതുകൊണ്ട് മജിസ്ട്രേറ്റിൽ നേരിട്ടെത്തി മൊഴി നൽകുന്നു. ഒപ്പം തന്നെ ആക്രമിച്ചവർ ആരാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പേരുവിവരങ്ങളടക്കം കലാരാജു പുറത്തു പറയുന്നു.